ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് സ്പ്ലിറ്റ് എ സി എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്നാണ്. കേട്ടോ, സ്പ്ലിറ്റ് എ സിയുടെ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിന്. മൊത്തം എ സിയുടെ വർക്ക്ഷോപ്പാണ് നമ്മുടെ SWCCയുടെ ട്രെയിനിങ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ടൂൾസുകളും കാര്യങ്ങളും എല്ലാം സെറ്റാണ്. നമ്മൾ എ സിയിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ അതിവിടെ ഇങ്ങനെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് വാക്വം പമ്പാണ്. നമ്മളെ മോയ്സ്ചറെല്ലാം സിസ്റ്റത്തിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള പമ്പാണ്. പിന്നെ ഗ്യാസ് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് ലൈൻ, കപ്പാസിറ്റേഴ്സ്, കംപ്രസറിനുള്ള കപ്പാസിറ്റർ, ഫാനിനുള്ള കപ്പാസിറ്റർ, പിന്നെ ഇത് ബെൻഡർ, ട്യൂബ് നമ്മുടെ കോപ്പർ ട്യൂബെല്ലാം ബെൻഡ് ചെയ്യണേ. അങ്ങനെ ഇവിടെ നിരവധി എ സികളുണ്ട്. പാക്കേജ് എ സി ഉണ്ട്. ഇതാണ് നമ്മുടെ പാക്കേജ് എ സി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീട്ടിലേക്ക് നമുക്ക് ഒരു പാക്കേജ് എ സി മതിയാവും. അത് നോർമലി ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ഗ്ലാസ് ടൈപ്പ് വെച്ചിരിക്കുക നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ മെയിൻ കംപ്രസർ. പിന്നെ ഇതിൻ്റെ ഫാന്, ഇതിൻ്റെ ഇലക്ട്രിക്കൽ സൈഡാണിത്. ഇതിൻ്റെ ബ്ലോവർ, ആ കാണുന്നതാണ് അതിൻ്റെ കോയിൽ. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ തണുത്ത എയർ വരും. ഈ ഫാൻ വർക്ക് ചെയ്യും. ഇവിടെ ഡക്റ്റ് കണക്ട് ചെയ്യും. ഈ ഡക്റ്റ് കണക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ റൂമിലേക്ക് ഡക്റ്റ് കണക്ട് ചെയ്തിട്ട് അങ്ങനെ പോവുക ചെയ്യാം. ഇതൊക്കെ പാക്കേജ് എ സിയാണ്. പാക്കേജ് ചില എ സിയിൽ 2 കംപ്രസറിൽ വരുന്നുണ്ടാവും. കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇതതിൻ്റെ തെർമോസ്റ്റാറ്റാണ്. നമുക്ക് ഇത് റൂമിൻ്റെ അകത്തായിരിക്കും. ഇപ്പോൾ ഓണാക്കിയിട്ട് ഇങ്ങനെ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ തെർമോസ്റ്റാറ്റിൽ നിന്ന് വരുന്ന കമാൻഡ് അനുസരിച്ചാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സ്പ്ലിറ്റ് എ സി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതാണ് അതിൻ്റെ കംപ്രസർ അല്ലെങ്കിൽ കണ്ടൻസിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കംപ്രസറുണ്ട്. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ പ്രഷറിൽ, ഹൈ ടെമ്പറേച്ചറിൽ ഫ്രീയോണാണ് ഇതിൻ്റെ അകത്തൂടെ പമ്പ് ചെയ്യും. അങ്ങനെ ഈ കോയിൽ വരും. ഈ കോയിൽ വരുമ്പോൾ ഇത് പുറത്തുണ്ടാവും. അപ്പോഴാണ് ഈ ചൂട് കാറ്റ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഹൈ പ്രഷറിലായിരിക്കും ഈ ഗ്യാസ് പാസ് ചെയ്യുക. അപ്പോൾ അതിനെ ഫാൻ വെച്ച് തണുപ്പിക്കും. നമ്മുടെ ഫാനുണ്ട് ഇവിടെ. ആ ഫാൻ തണുക്കുന്ന സമയത്ത് ഈ ഫ്രീയോൺ എന്താവും, ലിക്വിഡായിട്ട് മാറും. ലിക്വിഡായിട്ട് മാറിയിട്ട് നേരെ ഈ ലൈന് വഴി നേരെ വരും നമ്മുടെ അകത്ത്. ഇത് നമ്മുടെ റൂമിനകത്താണല്ലോ ഉണ്ടാവുക. ഇവിടെ വന്ന് ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ലിക്വിഡ് വേപ്പറായിട്ട് മാറും. ഈ ട്യൂബിൻ്റെ അകത്തേക്ക് വേപ്പറായിട്ട് മാറുന്ന സമയത്ത് -डिग्री ടെമ്പറേച്ചറിലായിരിക്കും ഇത് വേപ്പറായിട്ട് മാറുക. ഈ വേപ്പറായിട്ട് മാറുന്ന സമയത്ത് ഈ കോയിലിൽ കംപ്ലീറ്റ് ഗ്യാസ് ഈ ട്യൂബ് വഴി -डिग्री കൂടെ വേപ്പറായിട്ട് മാറും. വേപ്പറായിട്ട് മാറുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഫാനുണ്ട്. ഈ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് എയർ വലിക്കുമ്പോൾ എന്താവും, ഈ ഫിൽറ്റർ തണുത്തിരിക്കുകയല്ലേ കോയിൽ. ആ തണുത്ത കോയിൽ കവർ ചെയ്ത് ഇതിലൂടെ വരുമ്പോൾ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഇങ്ങനെ റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മുടെ റൂമിലുള്ളത് ഇങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ റൂം മൊത്തം തണുക്കും. അപ്പോൾ ഈ തണുത്ത എയർ ഇങ്ങനെ തിരിച്ച് ഇവിടെ തന്നെ വരും. പിന്നെ ഇങ്ങനെ തള്ളും. അങ്ങനെ ആയി. ഇതതിൻ്റെ സെൻസറാണ്. കണ്ടോ. അപ്പോൾ റൂമിൽ നമ്മൾ എത്രയാണോ ടെമ്പറേച്ചർ സെൻസർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ടെമ്പറേച്ചർ ഇത് സെൻസ് ചെയ്തതിൻ്റെ ശേഷം ഇതിൻ്റെ മദർ ബോർഡാണ്. കണ്ടോ, ഈ ബോർഡിലേക്ക് പോവും. അവിടുന്ന് കമാൻഡ് കൊടുക്കും എവിടെ, കംപ്രസറിലേക്ക്. കംപ്രസർ അപ്പം എന്താവും, കട്ട് ഓഫ് ആവും. അപ്പോൾ തണുപ്പിൽ നിന്നുള്ള ആ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫാന് മാത്രം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ച് ഇത് സെൻസാവും. അവിടെ കമാൻഡ് കൊടുക്കും, കംപ്രസർ സ്റ്റാർട്ടാവും, വീണ്ടും തണുക്കും. ഇങ്ങനെ ഇത് ഓടിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഫാൾട്ട് വരികയാണെങ്കിൽ ഈ ഇലക്ട്രിക്കലിൽ കണ്ടോ, ഈ ബോർഡ് ചെക്ക് ചെയ്യണം. ഇതിൽ ഒരുപാട് ഫോൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്ക് ഇതിനകത്ത് ഫ്യൂസ് പോവും. പിന്നെ ഈ ഫാൻ ഇതിൻ്റെ അകത്ത് സ്റ്റക്കാവും ചില സമയത്ത്. അപ്പോൾ ഫാൻ ചെക്ക് ചെയ്യണം. ഇത് സിങ്ങിൻ്റെ മോട്ടറാണ്. നമ്മളെ ഫ്ലാപ്പില്ല ഇങ്ങനെ ആവുന്ന ഫാനിൻ്റെ ഈ സാധനം ഇതിൻ്റെ മോട്ടറാണ്. ഇതിടയ്ക്ക് കംപ്ലൈൻ്റ് ആയി ഇത് മാറ്റണം. പിന്നെ ഇത് ഡിസ്പ്ലേൻ്റെ വയറാണ്. ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ഉണ്ടാവും. കണ്ടോ, ഇതാണ് ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേ ആണ് സെൻസ് ചെയ്യണം. നമ്മൾ റിമോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സെൻസ് ആവും. ഇതിലിങ്ങനെ കാണിക്കും എത്ര ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്ലിറ്റ് എ സിൻ്റെ യഥാർത്ഥ രൂപം. ഇത് പല കമ്പനികളിലുണ്ടാവും. LG, സാംസങ്, അങ്ങനെ എല്ലാം സെയിം സിസ്റ്റമാണ്. നമ്മൾ ബോഡിയിൽ മാത്രം വ്യത്യാസം വരുന്നല്ലാതെ, അല്ലെങ്കിൽ മേക്കിൽ വ്യത്യാസം വരുന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിമാണ്. ഇതിൻ്റെ മെയിൻ
ചില സമയത്ത് ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ ലീക്കാവും, ഗ്യാസ് ലീക്കാവും എന്നൊക്കെ പറയും. ചിലപ്പോൾ ഇതാ ഇവിടെ ഇത് കണ്ടത് കോപ്പർ കോയിനാണ്, ഇവിടെയൊക്കെ ലീക്ക് വരും ചിലപ്പോൾ. മോസ്റ്റ്ലി ലീക്ക് വരുന്നത് ഈ കണ്ടൻസർ സൈഡിലൊക്കെ ആയിരിക്കും, ഇവിടെ ഈ ബോൾട്ട് വരുന്നവിടെയൊക്കെ. അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്യും. ഓക്കെ, അതാണ് സ്പ്ലിറ്റ് എ സി.